ഒരു കാറ്റിലും കോളിലും വീഴാതെ പിടിച്ചിരുന്ന ആ പൂവിനെ സത്യത്തിൽ പിടിച്ചു നിർത്തിയത് അതിനെ താലോലിച്ചിരുന്ന, അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന, കൂടെ തുണയായി അവസാനം വരെ ഉണ്ടാകുമെന്ന് വാക്ക് കൊടുക്കാതെ തന്നെ കൂടെ നിർത്തിയ വേരും തടിയുമായിരുന്നു. ഓരോ തവണ കാറ്റ് വീശുമ്പോഴും കാറ്റ് പൂവിനെ മെല്ലെ മാത്രം തലോടി. കാരണം കാറ്റിനും പൂവിനോട് വാത്സല്യമായിരുന്നു, പ്രണയമായിരുന്നു. വേരെറിഞ്ഞ കൈപ്പൊന്നും പൂവറിയരുതെന്ന വാശിയോടെ അവരെല്ലാവരും പൂവിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. വാഗപ്പൂമരം ചൂടും വാരണം പൂങ്കുലയും, വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ. ഈ പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എത്രയോ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു നിത്യഹരിത ഗാനം. ആ പാട്ട് ഇങ്ങനെ പാടി അവസാനിക്കുന്നു. പുലരി വന്ന് വിളിച്ച നേരം അവനുണർന്നൊന്ന് അവളെ നോക്കി, അവൾ അടുത്തില്ല, അകലെയെങ്ങോ മറഞ്ഞുപോയി, തെന്നൽ പറന്നുപോയി. നമ്മൾ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയ എല്ലാവരും അങ്ങനെ അവസാനം വരെയും കാണണമെന്നില്ല. അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കാനേ നമുക്ക് കഴിയും. ആരെയും നിർബന്ധപൂർവം നമുക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയില്ലല്ലോ. അത് അവരുടെയും കൂടി ഇഷ്ടമാണ്, ജീവിതമാണ്. നിരാശയല്ല, കരുതലാണ് പ്രധാനം. ആരെയും അധികം അടുപ്പിക്കാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യർ, അവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഒരാൾ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. പക്ഷേ എന്തോ അങ്ങനെ സാധ്യമാകുന്നില്ല എന്നതാണ് സത്യം. ജീവിതം പൂരപ്പറമ്പാക്കി മാറ്റുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റുന്നവർ. കാരണം അവർക്കറിയാം ഈ ചെറിയ ജീവിതം അങ്ങനെ അങ്ങ് തീർക്കാനുള്ളതല്ല. പ്രത്യാശയുടെ, കരുതലിൻ്റെ വാതിലുകൾ ഇനിയുമുണ്ട്, അടയാത്തതായി നമുക്ക് ചുറ്റും. ആരെയെങ്കിലും നമ്മളിൽ നിന്ന് അകറ്റണമെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ അറിയാതെ തന്നെ വഴികൾ പ്രത്യക്ഷമാവും. ആരും ആർക്കും സ്വന്തമല്ല. നമ്മുടെ ഈ ജീവിതം മനോഹരമായി ജീവിച്ചു തീർക്കേണ്ടത്, ചില അടയാളങ്ങൾ ബാക്കി വെച്ച് കടന്നു പോകേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. പിരിഞ്ഞു പോകാം ആർക്കും ആരിൽ നിന്നും. ഒരു ചെറു പുഞ്ചിരിയെങ്കിലും ബാക്കി വെച്ചിട്ട് പൊയ്ക്കോളൂ. ചിലപ്പോൾ കാലം ആ ചിരിയുമായി അവർ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ ഓടിക്കയറുന്നത് കാണിച്ചു തരും. കരുതലിൻ്റെ ആവശ്യമുള്ള ഒട്ടേറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ അത് ചോദിക്കണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ അതിന് കഴിയണമെന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അറിഞ്ഞു മനസ്സിലാക്കി വേണ്ട കരുതലുകൾ നൽകി നമുക്ക് ഒന്നായി മുന്നോട്ട് പോകാം. അതിന് ആകെ വേണ്ടത് ഉള്ളം ശൂന്യമാക്കുക. ഉള്ളിലെ അഹങ്കാരത്തെ എടുത്തു കളയാം, കരുതലായി നിൽക്കാം. നിരാശയല്ല, പ്രത്യാശയാണ് ജീവിതത്തെ നയിക്കേണ്ടത്. എല്ലാം നേടിയവരും എല്ലാം നഷ്ടപ്പെട്ടവരും അങ്ങനൊന്നില്ല. എല്ലാം കത്തിച്ചാമ്പലായി കഴിഞ്ഞാലും ചെറുമഴയിൽ എല്ലാം മുളയ്ക്കുന്ന കാടുകളായി മാറാം നമ്മുടെയൊക്കെ മനസ്സ്. പ്രത്യാശയുടെ വനം, പ്രതീക്ഷയുടെ കാടകങ്ങൾ.